അപ്പൊ മീ ടു ബിഗ് ബോസിന്റെ റിവ്യൂ നമുക്ക് ചെയ്യാം. മീ ടു ആണ്, ഞാൻ ബിഗ് ബോസ് എന്ന് പറയില്ല, ഇനി മീ ടു ബിഗ് ബോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറയല്ല ബിഗ് ബോസ് ടാഗ്ലൈൻ മാറ്റിക്കോ, വെറും ഡാഷ് ഇട്ടാൽ മതി. പണി എന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാർ നാട്ടുകാർ മുഴുവൻ ഫില്ല് ചെയ്ത് തരും. എന്താണ്, എന്തിന്റെ പണിയാണ് ഇത്, എന്താണിത്? അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? എല്ലാ ദിവസവും ഇതേപോലത്തെ ഓരോ കേസുകളായിട്ട് ഇങ്ങനെ വരും ബിഗ് ബോസ്. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ടസ്റ്റൻസിന് ശരിക്കും പറഞ്ഞാൽ മറ്റു രണ്ടൊന്നും കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് ശരിക്കും ഒരു നല്ല പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ ഇപ്പൊ അവർ കൊണ്ടുവരുമായിരുന്നോ? ഇപ്പൊ അവർ ചെയ്യുന്ന എന്താ അറിയോ? അവർക്ക് കളിക്കാൻ വയ്യ, ഇതാണ് എളുപ്പം. ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവിടെ. ആര്യൻ എന്ത് പറഞ്ഞാലും ആര്യന്റെ വിലക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അറിയാം എല്ലാവർക്കും. അപ്പൊ എന്ത് പറഞ്ഞാലും ആൾക്കാർ നെഗറ്റീവായിട്ടേ ചിന്തിക്കൂ. അങ്ങനത്തെ ഒരാളാണ് ആര്യൻ. അപ്പൊ അത് യൂസ് ചെയ്ത് കളിക്കാം എന്ന് റെനയും വിചാരിച്ചു. റെന പോയിട്ട് ചെയ്ത് റെനയുടെ കൂടി മിസ്റ്റേക്ക് അല്ലേ? ആണ്, റെനയുടെ കൂടി മിസ്റ്റേക്ക് ആണ്. അപ്പം അവിടെ റെനയ്ക്ക് അന്നേരം തന്നെ റിയാക്ട് ചെയ്യായിരുന്നല്ലോ. എന്താ നീ കാണിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ബാക്കി തീർക്കേണ്ട കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത് എന്തിനാണ്? അതുകൊണ്ട് റെനയ്ക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല, റെനയ്ക്കും ഇല്ല, ഈ പറഞ്ഞ ആര്യനും ഇല്ല. റെന വിചാരിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്നാണ്. ഇല്ല, ഇതിനൊക്കെ പിന്നിലുണ്ടല്ലോ ബിന്നിയാണ്. ബിന്നിക്ക് ഒരു പരിപാടി ഇല്ല. മിക്കവാറും ലാലേട്ടൻ ബിന്നിനെ പൊക്കും, ഉറപ്പാണ്. അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. റെനനെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി ബിന്നിയാണ്. ഓക്കെ, അവിടെ റെനയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അനുവിനെ ഞാൻ പറയും. അനു അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആര്യൻ എഗെയിൻസ്റ്റ് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ മിടുക്കികളായിട്ട് കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ. പറയാതിരിക്കാൻ പറ്റില്ല. കുറെ പേര് ഒന്നും അറിയാതെ ആര്യൻ അങ്ങനെയാണ്. അനുവിന്റെ ഒക്കെ ഇന്നത്തെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു വിളിച്ച ആളാണ് കേട്ടോ. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അനു കളയാറില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് അനുവിന്റെ വകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ ഞാനൊരു കാര്യം പറയാലോ, രണ്ടെണ്ണത്തിനും ബോധമില്ല. ഒന്ന് 19 വയസ്സുകാരി, ഒന്ന് 23 വയസ്സുകാരി. ഓക്കെ, ആര്യന്റെ സ്വഭാവം ഓൾറെഡി അറിയാം. എന്നെയും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞ, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് തീർക്കാവുന്ന ഒരു സംഭവമായിരുന്നു. അതിന്ന് നീ മസ്താനി കളിക്കുവാണോ അത് കളിക്കുവാണോ എന്ന് ചോദിച്ച് വഷളാക്കാൻ ഒരാളും, അത് കേട്ട് മോങ്ങി അത് വലിയ സംഭവമാക്കി എന്തോ ആക്കാൻ ശ്രമിച്ച റെനയും. എന്നിട്ട് രണ്ടുപേരും നെഗറ്റീവ് ആവും. രണ്ടുപേരും നെഗറ്റീവാണ്. ആരാണ് പോസിറ്റീവ് അതിൽ? രണ്ടുപേർക്കും നല്ലതായിട്ട് നെഗറ്റീവായിട്ട് അത് ബാധിക്കും. ഇനി ഇവരൊക്കെ ഗെയിം കളിക്കാൻ വന്നാണെങ്കിൽ ഗെയിം കളിക്കടേ, അതിന് കുറച്ച് പണി എടുക്കണം അല്ലേ? പറ്റൂല അവർക്ക്. അതാണ്, നന്നായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്നു നമ്മുടെ ബിഗ് ബോസ് കഥകൾ. ഓക്കെ, ഇത് ഒന്നൊന്നല്ല, ഒരു എപ്പിസോഡിൽ ഒരെണ്ണോ. ഇപ്പൊ ചാകരയാണ്, ചാകര. ഒരെണ്ണം അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് മസ്താനി, ഇതിന്റെ ഇടയ്ക്ക് അനീഷിനൊക്കെ പ്രകടനം ഉണ്ടായിരുന്നു. എന്റെ ബേബി, ഞാൻ ആലോചിച്ച് ഈ മനുഷ്യനൊക്കെ എന്താണ്? ബിഗ് ബോസ് പറഞ്ഞല്ലോ, അല്ല ബിഗ് ബോസ് ലാലേട്ടൻ പറഞ്ഞല്ലോ പ്രതികരിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അനീഷ് ഇപ്പൊ പ്രതികരിക്കുവാണ്. ആദ്യം റെനയോട് പോയി ചോദിക്കാൻ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് റെനയുടെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ ആര്യനോട് പോയി ചോദിക്കാൻ പോയി, പിന്നെ നീ തെറ്റാണെന്ന് 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ അനീഷേ, മിണ്ടാതിരിക്കുന്നതായിരുന്നു അതിലും ഭേദം. ലാലേട്ടൻ വന്ന് എന്തുകൊണ്ട് മിണ്ടിയില്ലാന്നല്ലേ ചോദിക്കുള്ളൂ. ഇങ്ങനെ നടന്ന് സ്വന്തം ഉണ്ടാക്കിയെടുത്ത ആ വില കളയണോ? അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അനീഷ് അവിടെ ഫുൾ ഗെയിം പോയിരിക്കുവാണ് കേട്ടോ, ഒരു കാര്യമില്ല. ഇപ്പൊ എന്താണ് പുള്ളിക്കാരൻ അവിടെ ഇവിടെ കൺഫ്യൂഷൻ, ആര് ശരി ആര് തെറ്ററിയില്ല. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അതാണ് ബെറ്റർ. അത് സത്യതാണ്. അറിയാതെ അവിടെ ഇവിടെ പോയി ഒച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാല്, ഇവിടെ നെവീൻ ഒരു സംഭവം ഉണ്ട്. ബിന്നി മാത്രമല്ല ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ, നെവീനും ഉണ്ട്. ഇവിടെ നെവീൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അപ്പൊ നെവീനോട് അക്ബർ ചോദിക്കുമ്പോൾ നെവീൻ പറയുന്നത്, എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഒരേ സംഭവം രണ്ടുപേര് രണ്ട് കണ്ണോടെ കാണുന്നതാണ് സംഭവം. മനസ്സിലായോ? ഈ ലോകം മൊത്തം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരാളുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ്, അത്രേ ഉള്ളൂ. അപ്പൊ നെവീൻ അത് സത്യം പറഞ്ഞാൽ ആദ്യം നെവീൻ കയറി കടന്നപ്പം ആര്യം വന്നിട്ട് ചവിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെവീൻ ഒരു കംപ്ലൈന്റും ഇല്ലല്ലോ. അത് കാരണം എന്നറിയോ? നെവീൻ ചെയ്തൊരു കുസൃതി, ആര്യം ചെയ്തൊരു കുസൃതി, അവർ തമ്മിലുള്ള സ്പോർട്ടീവ് ആയിട്ടുള്ള ആ സംഭവം എടുത്തു. ഇതേ കാര്യമാണ് റെന ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ ആരും തൊട്ടിട്ടൊന്നുമില്ല. അതിങ്ങനെ വന്നു. അത് ശരിയാണ്, ചെയ്യണ്ടായിരുന്നു. പക്ഷെ ആരും ചെയ്യുമല്ലോ.
ആര്യൻ അങ്ങനെയാണല്ലോ, അതിന് ബുദ്ധിയും വെളിവൊന്നും ഇല്ലല്ലോ. അപ്പം ആര്യൻ ചെയ്തു, രേന അവിടെ നിന്ന് റിയാക്ട് ചെയ്തു. അപ്പം തന്നെ പറയേണ്ട സമയം കൊണ്ട് പോയി ബിന്നിയോട് പറഞ്ഞു, അനുമോളോട് പറഞ്ഞു, എല്ലാ ലോകം മൊത്തം പറഞ്ഞതിന് ശേഷമാണ് ആര്യനോട് പോയി സംസാരിക്കുന്നത്. എന്തിന്? ഇതൊക്കെയാണ് പ്രശ്നം, ഒരു രക്ഷയില്ല. അപ്പൊ ഇവര് ഇത് കണ്ടന്റ് ആക്കിയതാണ്, ഞാൻ അത്രേ പറയുള്ളൂ. ഇത് കണ്ടന്റ് ആണ്, ഇത് റെനയുടെ കണ്ടന്റ് ആണ്. റെന അത് കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ച ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചു. കാരണം വെച്ചാൽ രണ്ടൊന്ന് വീക്കെൻഡ് ആയിട്ട് ഇത് തന്നെയാണല്ലോ സംഭവം. അനുമോളിന് കിട്ടി ഒരാഴ്ച, ഓക്കെ, ഒരാഴ്ച അനുമോൾ, അടുത്ത ആഴ്ച ലക്ഷ്മി, മസ്താനി ലക്ഷ്മി. അത് ഈ ആഴ്ച ഞാൻ എടുത്തേക്കാന്ന് റെന അങ്ങ് വിചാരിച്ച്, അത്രേ ഉള്ളൂ. അപ്പൊ റെന തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഇതിൽ പോവാണെങ്കിൽ മോളും മസ്താനിയുടെ കൂടെ പോകേണ്ടി വരും. കാരണം എന്താ അറിയോ, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ജെന്യൂനായിട്ടും കൂടി തോന്നണം. ജെന്യൂനിറ്റി ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ ആക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ കളിച്ച് നടന്ന ആൾക്കാരല്ലേ, കൈ കൂട്ടി കളിച്ചും തമാശയും പറഞ്ഞു നടന്ന ആൾക്കാരാണ്. ഇപ്പം പെട്ടെന്ന് റെനയ്ക്ക് അത്രയ്ക്ക് സേഫ് അല്ലാത്ത സ്ഥലത്തേക്ക് റെന എന്തിനാ പോയത്? പലരും ചോദിച്ചല്ലോ. അപ്പൊ സേഫ്റ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ പിന്നെ എന്തോ നടക്കാനാണ്? എന്റെ ദൈവമേ, ഇവരൊക്കെ എന്തുവാണ് എനിക്കറിയില്ല. ഈ ചീപ്പ് ഷോ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചീപ്പ് ഷോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കണ്ടസ്റ്റൻസിന്റെ ചീപ്പ് ഷോ ആണ് കേട്ടോ. അത് നിർത്തണം. ബിഗ് ബോസ് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ ആ സംഭവങ്ങൾ ഈ വീക്കെൻഡോടെ നിർത്തിക്കൊള്ളണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ കളാ. ഇവരെ കൊണ്ടൊന്നും കാര്യമില്ല. എന്തിനാണ് ഇങ്ങനത്തെ നിങ്ങളുടെ പേര് കളയുന്നത്? ഈ ഷോയിന്റെ പേരാണ് പോകുന്നത്. ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ ഷോയിന്റെ പേര് കളഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനത്തെ കണ്ടന്റ്? നല്ല വൃത്തിയുള്ള കണ്ടന്റ് തരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളാ. അത് ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഭവം. ഇനി വരുവല്ലേ, ചാകരയല്ലേ. പിന്നെ ക്യാപ്റ്റൻസി നടന്നു. ഓക്കെ, ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് ജിഷിൻ വന്നു ക്യാപ്റ്റനായിട്ട്. എന്തിനാ ജിഷിൻ വന്ന് ക്യാപ്റ്റനായിട്ട്? ആദ്യമേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കിച്ചണിൽ. അവിടെ റെന വന്നിട്ടുണ്ട് കേട്ടോ. അത് മൂന്നാമത്തെ പ്രശ്നം, അത് ഞാൻ പറയാം. അത് ഈ ക്യാപ്റ്റൻസി കഴിഞ്ഞ ശേഷമാണ് കൊറിയാൻഡർ പ്രോബ്ലം. അത് നമ്മുടെ മല്ലിയലയുടെ പ്രോബ്ലം വന്നത്, നെവീന്റെ പ്രോബ്ലം. നെവീനാണെങ്കിൽ തീറ്റയാണല്ലോ, അതാണ് പുള്ളിക്കാരന്റെ കണ്ടന്റ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതെടുത്തു. ഇപ്പൊ മല്ലിയില വന്നു, മല്ലിയിലും തിന്നു. എന്തേയും തിന്നട്ടെ, ഒരു മല്ലിയിലല്ലേ, അന്നാ പോയി തിന്നട്ടെ എന്ന് ചോദിച്ചപ്പോ ഷാനവാസ് അവിടെ വന്ന് കയറി. ഓക്കെ ഫൈൻ, ഈഗോ. അത് നിനക്ക് മാത്രം വേറെ റൂള്, ശരിയാണ്, ചോദിച്ചത് കറക്റ്റാണ്. നിനക്ക് മാത്രം എന്താ വേറെ റൂള്, ബാക്കി എല്ലാവർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങി. പക്ഷെ ഷാനവാസ് കുറച്ച് ഓവറായി, അവിടെ പാത്രം താഴ്ത്ത് വീണ് പൊട്ടി, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി, അത്രേ ഉള്ളൂ. അപ്പം ഷാനവാസ് അവിടെ നല്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ നെവീൻ കണ്ടന്റ് ആക്കിയതാണ്. അതിൽ ഷാനവാസ് പെട്ടെന്ന് ഞാൻ പറയുള്ളൂ. പുള്ളിക്കാരൻ അത് കണ്ടന്റ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അത് ഷാനവാസ് അതിൽ പെട്ടുപോയി. ആ കണ്ടന്റ് നെവീന് സക്സസ്ഫുൾ ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് പോയിട്ടിരുന്ന് ആദില, നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആദില നൂറ ആണല്ലോ ഷാനവാസിന്റെ ദത്ത് സിസ്റ്റേഴ്സ്. ഓക്കെ, അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്ത്? ഈ നെവീന്റെ അലിഗേഷൻ, എന്തോ നെവീൻ എഗെയിൻസ്റ്റ് ഒരു അലിഗേഷൻ പറയുന്നുണ്ട്. അതായത് നെവീൻ മോശമായിട്ട് പെരുമാറിയെന്നും അങ്ങനത്തെ കാര്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ. ഞാൻ ചോദിക്കട്ടെ ഷാനവാസേ, ഇത്ര നാളും അത്രയ്ക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തില്ല? പിന്നെ വേറൊരു വാസ്തവമുണ്ട്, ഇതൊക്കെ ഈ കംപ്ലൈന്റ് ഒക്കെ പുള്ളിക്കാരൻ പറയുന്നത് ഇവൻ നെവീൻ പോയി വരുന്നതിനേക്കാളും മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. അപ്പൊ നെവീൻ പോയപ്പോ അഭിലാഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഉറപ്പാണ്. നെവീൻ പോയപ്പം അഭിലാഷിനോട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു നല്ലൊരു കോംബോ ആയിരുന്നടാ, കൂടെ നടക്കുള്ളൂ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ആ കണ്ടന്റ് പോയെന്ന് അത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പം എന്തുകൊണ്ട് അന്നേരം എന്ത് കണ്ടന്റാണ് ഉദ്ദേശിച്ചതെന്ന് അഭിലാഷ് ചോദിച്ചാൽ എന്താ തെറ്റ്? അപ്പൊ ഇപ്പൊ അത് എടുത്തത് എന്തിനാണ്? വേറൊന്നുമല്ല, ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയി, അത് പൊട്ടിയൊക്കെ പോയല്ലോ. അപ്പം അവിടുന്ന് നെവീനേക്ക് എടുത്തിട്ട് ഇടാനായിട്ടുള്ളൊരു സംഭവമാണ് പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അതിലെനിക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ തോന്നുന്നില്ല. അഥവാ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഷാനവാസിനെ വിശ്വസിക്കത്തില്ല. അത് എത്ര പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അലിഗേഷൻ വന്നിട്ട് കാര്യമില്ല. ഇനി വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് കാണിക്കുമായിരിക്കും അലിഗേഷൻ, അങ്ങനെയാണെങ്കിൽ കാണിക്കട്ടെ, അപ്പം നെവിന് തെറ്റാണെന്ന് പറയാം. അതുവരെ ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ സമീപിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഈ ഷാനവാസ് അല്ലേ ഇന്നലെ പറഞ്ഞത് മസ്താനി ചിരിച്ചു കളിച്ചു കാണുന്നു, അന്നേരം പ്രതികരിച്ചില്ല, പിന്നെ അലിഗേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞത്? അപ്പൊ ഷാനവാസ് എത്ര ആഴ്ചയായിട്ട് ചിരിച്ചു കളിച്ചു കാണുന്നു, എന്നിട്ട് ഇപ്പൊ അലിഗേഷൻ പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ ഈ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ?
മസ്താനി അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറല്ലേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ മാസങ്ങളെടുത്തു ഇതിന്റെ പുറത്ത് വരാനായിട്ട്. അപ്പം ഇങ്ങനെ പറയുന്ന ഇത് ഇരട്ടത്താപ്പുകളുള്ള ആൾക്കാരൊന്നും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുന്നതും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നതും കറക്റ്റ് അല്ല. അത് ഏത് വ്യക്തിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ റെനയാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും. റെനയുടെ കാര്യത്തിൽ ഞാൻ ഇതന്നെ പറയുള്ളൂ. മസ്താനിയുടെ കാര്യത്തിൽ റെന പറഞ്ഞല്ലോ, ഉടനെ തന്നെ പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ റെന എന്താ ചെയ്യുക? റെന എന്തുകൊണ്ട് ബാക്കി എല്ലാവരോടും പറഞ്ഞു ഒരു ദിവസം രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്ത് രാവിലെ ആയിട്ട് വിഷു ഉണ്ടാക്കി? അപ്പൊ അവരാരും ഈ കാര്യത്തിൽ കറക്റ്റ് അല്ല. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ നിൽക്കില്ല. ഇതിന്റെ പ്രൂഫ് ഒന്നും ബിഗ് ബോസ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് നിൽക്കില്ല. ഇനി ഇത് പ്രൂഫായിട്ട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത ചപ്പാത്തി ഇഷ്യൂ ആണ്. അത് റെനയുടെ പർപ്പസ്ഫുൾ ആണ്, റെനയുടെ ഗെയിമാണത്. പക്ഷെ എന്ത് പറയാനാണ്, ഇങ്ങനെയൊക്കെയാണ് ഗെയിം. ഓക്കെ, ചപ്പാത്തി ഇഷ്യൂ വേറെ ഒന്നുമല്ല. നമ്മുടെ വെജിറ്റേറിയൻ ടീം ഉണ്ടല്ലോ, അവർക്ക് എക്സ്ട്രാ ചപ്പാത്തി എന്തിനാണോ ആവോ? ചോറ് കഴിക്കില്ലേ? അവർക്ക് ചോറ് ഇറങ്ങൂലേ? കറി അവർക്ക് വേറെ ഉണ്ട്. ഇവർക്ക് മട്ടൻ കറി ഉണ്ട്. മട്ടൻ കറി എന്ന് പറഞ്ഞാൽ അല്ലൊരു മട്ടൻ ഉണ്ടോ? ഞാനല്ല ഉരുളക്കിഴങ്ങ് അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. മട്ടൻ തപ്പി 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 നീന്തി പോയിട്ട് എടുക്കണം ഒരു മട്ടൻ പീസ്. അതാണ് ഈ മട്ടൻ കറി. ആ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ശരിക്കും പറഞ്ഞ റെന അതവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി ചെയ്ത ഒരു സംഭവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ജിഷിൻ ശരിക്കും പറഞ്ഞാൽ വഷളാക്കി. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ഒന്നും ഒരെണ്ണം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്തിനാണ് വെജിറ്റേറിയൻസിന് എപ്പോഴും ചപ്പാത്തി? അത് എനിക്ക് മനസ്സിലായ ഒറ്റ സംഭവം എന്ന് വെച്ചാൽ അത് ജിസലിനാണ് അത് ചപ്പാത്തി വേണ്ടത്. ജിസലിനാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഫുഡാണ് ചപ്പാത്തി. അവർക്ക് ചപ്പാത്തി ഇല്ലാതെ അവർക്ക് റൈസ് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ജിസലിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടാണ് ആ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതന്നെയാണ് ഇപ്പോഴും ചെയ്തത്. അതാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവരും ചോറ് തിന്നട്ടേന്നേ. ഇവർക്ക് മാത്രം തന്നെ ചപ്പാത്തി കറി വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പോയിന്റ് കറക്റ്റ് ആണ്. അപ്പം അത് റെന പറഞ്ഞ കറക്റ്റ് അല്ലേ? പിന്നെ റെന അവിടെ ചപ്പാത്തി എന്നാ കഴിച്ചോളാം, ഞാൻ വെജിറ്റേറിയൻ ആയിക്കോളാം, എനിക്ക് വേണ്ട മട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്നു. പക്ഷെ പിന്നെ ഒരു വായ ഉരുളയെ വെച്ച് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ജിഷിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ട് തോന്നിട്ടോ. ശരിക്കും റെനയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഒരു ബെനിഫിറ്റ് കൊടുക്കും. കാരണം പുള്ളിക്കാരി 19 വയസ്സുകാരിയാണല്ലോ എന്നൊരു തോട്ട് ചില സമയം ഞാൻ കൊടുക്കാറുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം. ആ ഒരു രീതിയിലാണ് ആര്യനെ ഞാൻ അങ്ങനെ കാണാറുള്ളൂ. കുറച്ച് പ്രായം കുറഞ്ഞു ഇമ്മച്യൂരിറ്റി ഉള്ള 2 വ്യക്തികളായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. പക്ഷെ ജിഷിൻ അവിടെ ചെയ്ത സംഭവം അത് റീസണബിൾ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അവിടെ ആ ഇഷ്യൂ ഉണ്ടാക്കാതെ കൊണ്ടുപോയിരുന്നു. അത് ക്യാപ്റ്റൻസിയിൽ വന്ന ആളാണ് ആദ്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ജിഷിൻ ക്യാപ്റ്റൻ അല്ലേ? അപ്പൊ കിച്ചൺ ടീമിൽ കയറിയിട്ട് ജിഷിൻ ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല ജിഷിനാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് തിന്നുന്നാക്കാം. അങ്ങനെയൊന്നുമില്ല. ജിഷിൻ അത് എന്തിനാണ് ജിസിലൊക്കെ വന്ന് പറയുന്നത് ക്യാപ്റ്റൻ ആണ് ചെയ്യുക? അങ്ങനെയല്ല. അങ്ങനെയൊക്കെ പവറൊക്കെ അങ്ങനെ ഉണ്ടോ പവർ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാപ്റ്റന് എന്താണ് നോമിനേഷനിൽ പോലും വന്നു അഭിലാഷ്. അങ്ങനെ മലയാളത്തിൽ ഒന്നുമില്ല, ക്യാപ്റ്റൻസിന് എന്തും ഒരു കുന്തുമില്ല. മലയാളത്തിൽ ക്യാപ്റ്റൻ ആവാതിരിക്കുന്നതാണ് നല്ലത്. തലവേദനയാണ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ. ഒരു നോമിനേഷൻ ഫ്രീ പോലും ചിലപ്പോൾ കിട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം പോലെ. അപ്പൊ ജിഷിന്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല. ജിഷൻ എന്തിനാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മൾ ഒരു ക്യാപ്റ്റനൊക്കെ ആയി കയറി കഴിഞ്ഞാൽ ഒരു സമാധാനത്തില് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാം. പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിൽ ജസ്റ്റിഫിക്കേഷനും ഉണ്ട്. പുള്ളിക്കാരി അത് വെറുതെ ഉരുള കഴിച്ചെന്ന് വെച്ചാൽ ഇത്രയല്ലേ പ്രശ്നമാക്കണോ? ഇതൊക്കെ ചെറിയ ചെറിയ ചീൾ കേസ്. നവീന്റെ കാര്യത്തിൽ മല്ലിയില എടുത്തതല്ലേ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ ജിഷിനാണ് റെനയോട് ആ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഓർക്കണം. ഇതാണ് ആൾക്കാർക്ക് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇഷ്ടമില്ലാത്ത ആൾക്കാരോടൊക്കെ അങ്ങനെ കാണിക്കും അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് വന്ന നോമിനേഷൻസ് ആണ്. നോമിനേഷൻസിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് നോമിനേഷൻ ആയിരുന്നല്ലോ. കുറച്ചുപേര് ഓപ്പൺ, കുറച്ചുപേര് ക്ലോസ് നോമിനേഷൻ ആയിരുന്നു. ഒരുവിധം അവർ ട്രൈ ചെയ്തു. എന്നാലും ചിലരൊക്കെ ലക്ഷ്മിയുടെ ഒക്കെ പേര് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ലക്ഷ്മി 5 പ്രാവശ്യം ഇങ്ങനെ വന്നത്. 2 പ്രാവശ്യം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം കാണിച്ചു. ആദില ഒരു പ്രാവശ്യം പറഞ്ഞു ലക്ഷ്മിയുടെ പേര്, അക്ബർ ഒരു പ്രാവശ്യം ലക്ഷ്മിയുടെ പേര് പറഞ്ഞു. പിന്നെ ഷാനവാസ് എന്നതിനാ ലക്ഷ്മിയുടെ പേര് പറയുന്നത്? കാരണം ഓൾറെഡി പുള്ളിക്കാരി നോമിനേറ്റഡ് ആയില്ലേ. 2 പ്രാവശ്യങ്ങൾ വന്നാൽ നോമിനേറ്റഡ് ആയി. നിങ്ങൾ ബാക്കി വേറെ ആരുടെയും പേര് പറയൂ, എന്നിട്ട് അവരെ നോമിനേറ്റ് ചെയ്യാൻ നോക്കൂ. അത് മനസ്സിലായിട്ടില്ല. പിന്നെ വേറെ ആരാണ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്? വേറെ ആരും പറഞ്ഞില്ല. ഇത് പറഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ ക്ലോസിലാണ് വന്നത്. അപ്പം ഞാൻ ഈ ക്ലോസിലും പറയേണ്ട ആവശ്യമില്ല. ക്ലോസിൽ അവർ അറിഞ്ഞില്ല ആദ്യം വന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ഇവർക്ക് ഈ നോമിനേഷൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ.
ഓപ്പൺ ആൻഡ് ക്ലോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അത് അഡ്വാൻറ്റേജ് എടുക്കണം. അതിനെങ്ങനെ തലച്ചോറ് ഉപയോഗിച്ച് കളിക്കാനായിട്ട് ഇവറ്റകൾക്ക് കഴിയില്ല. ഈ ചീള് കേസൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് കണ്ടന്റ് ഉണ്ടാക്കാന്നല്ലാതെ തലച്ചോറ് ഉപയോഗിച്ച് ഇവർ കളിക്കില്ല. ഷാനവാസ് പ്രത്യേകിച്ച് ഗെയിം പോലും മനസ്സിലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ ലക്ഷ്മിയുടെ പേര്, അപ്പൊ ഞാൻ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലെവർ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോമിനേഷനിൽ കൊണ്ടുവരായിരുന്നു. ഒരാൾ പോലും രക്ഷപ്പെടാതിരിക്കാൻ നോക്കണം. അതാണ് ബുദ്ധി. അത് ചെയ്തിട്ടില്ല പലരും. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത് നോമിനേഷൻ കൂടി കഴിഞ്ഞപ്പോ. പിന്നെയാണ് ആരെയും രേണയൊക്കെ കടന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇവരൊക്കെ എന്തിന്റെ കീഴാന്ന്. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ കുഴി തോണ്ടുവാണ്. കുഴി തോണ്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ 3 കേസുകൾ പറഞ്ഞല്ലോ. ഇന്നത്തെ ചാകര എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ എല്ലാം ചീപ്പാണ്. ഒരെണ്ണം പോലും ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സൊസൈറ്റിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട്. ഒരു എക്സാമ്പിൾ പറ നല്ലത്. ഒരു എക്സാമ്പിൾ ഈ ബിഗ് ബോസ് ഷോയിൽ ഒന്നുമേ ഇല്ല. ഒരെണ്ണം പോലും ഇല്ല. ഈ 2-3 ആഴ്ചയായിട്ട് ഒന്നുമേ ഇല്ല. എല്ലാം നെഗറ്റീവ് കണ്ടന്റ് ആണ് പോകുന്നത്. ഞാൻ എപ്പോഴെങ്കിലും പോസിറ്റീവ് പറയാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടില്ലടോ. ഒന്നുമില്ലടോ പറയാൻ. ഞാൻ എന്ത് പറയാനാണ് പോസിറ്റീവ്? സത്യമായിട്ട് സന്തോഷമായിട്ട് സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി. ലാസ്റ്റ് പറഞ്ഞെങ്ങാണ്ടും എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അനീഷിന്റെ ആ ഗെയിം ഇല്ലേ, അനീഷ് ഗെയിം മനസ്സിലാക്കി കളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ പിന്നെ അതുപോലെ തന്നെ അക്ബർ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നാൾസം ഈ ഗെയിമിൽ. പക്ഷെ അല്ലാതെ നല്ല അടിപൊളി സൂപ്പർ 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 അടിപൊളി ഗെയിമർ എന്ന് പറയാൻ പറ്റുന്ന ആരുമേ ഇല്ല. ശരിക്കും പറഞ്ഞ ഈ ഷോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഉള്ള എല്ലാവരിലും ഈ അലിഗേഷൻസ് പറഞ്ഞ ആൾക്കാരെയൊക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് കുറച്ചുകൂടെ വൈൽഡ് കാർഡിനെ കയറ്റി ഷോ എക്സ്റ്റെൻഡ് ചെയ്യുക. ഞങ്ങൾ കാണാം. നല്ല ഷോ ആണെങ്കിൽ ഞങ്ങൾ കാണും. ഇനിയും പിന്നെ ഈ അലിഗേഷൻസ് ആയിട്ട് വരുവാണെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ഇതിരുന്ന് കേൾക്കലാണോ പണി? എന്ത് മോശമാണ്. നമ്മളെയൊക്കെ ഫൂളാക്കണോ? ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഫൂളാക്കണം. നമ്മൾ വോട്ട് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? എനിക്കറിയില്ല. ഇവരെയൊക്കെ വോട്ട് ചെയ്യാൻ തോന്നുന്നു. റെനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തോന്നുന്നു. ആരിന് വേണ്ടി വോട്ട് ചെയ്യാൻ തോന്നുന്നു? ആരാണ് എനിക്ക് വോട്ട് ചെയ്യാൻ ശരിക്കും തോന്നുന്നത്? ശരിക്കും നല്ല ഗെയിം കളിക്കുന്ന ആരാണ്? ആരുമേ ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ ഷാനവാസിന്റെ അലിഗേഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അത് പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഇനി ഇരുന്ന് ഈ വീഡിയോ ഒക്കെ കാണിക്കോ? എന്തേ പറയുന്നത്? ആ മനുഷ്യന് എന്ത് നാണക്കേടാണ്. മലയാളം ബിഗ് ബോസിന്റെ അവസ്ഥ. നമ്മൾ മലയാളികൾ എന്ത് ഹൈറ്റിൽ നല്ല സിനിമകള് ഇറങ്ങുന്നു, നല്ല സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു മലയാളികളാണ്. ശരിക്കും പറയാം, എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട്. ഐ എം ഫ്രം കേരള, സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ഒരു ഷോ ബിഗ് ബോസ്, ബിഗ് ബ്രദർ ഷോ എന്ന് പറഞ്ഞാൽ വലിയ നോൺ ഷോ ആണ്. ഇപ്പം ഞാൻ ഇവിടെ പറയുവാണ് ബിഗ് ബോസ് ഷോ ആണ്. അവരേക്കും ബിഗ് ബ്രദർ ഷോന്റെ ഇതാണെന്ന് പറയാം, അവർക്ക് മനസ്സിലാവും. ആ ഒരു ഷോയിലെ കണ്ടന്റ് ആണ് ഈ പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ചീപ്പ് മോറൽ പോലീസിങ്ങും ക്യാരക്ടർ അസാസിനേഷനും അത് പ്രൂവ് ചെയ്യാൻ നടക്കുന്ന ഹോസ്റ്റും ഇതൊക്കെയാണ് നമ്മുടെ ഷോയിന്റെ പാർട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഞാൻ പറയാലോ, മീ ടു ബിഗ് ബോസ് ആണ് നടക്കുന്നത് ഇപ്പം. മീ ടു ബിഗ് ബോസ്. ഇനി അടുത്ത ആരാണോ വരാൻ പോകുന്നത് നാളെ? തേമേ നാളെ ഹോട്ടൽ ടാസ്ക് ഉണ്ട്. നല്ല വേറെ കണ്ടന്റെങ്കിലും വരട്ടെ, നല്ല നല്ല കണ്ടന്റ് വരട്ടെ. കുറച്ച് നല്ല സന്തോഷമായിട്ട് അടിപൊളി മക്കളെ നന്നായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. അത് ആഗ്രഹിക്കാനല്ലേ പറ്റൂ, അല്ലേ? നമുക്ക് നോക്കാം. ബിഗ് ബോസ് ടീമിന് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അവർ കുറച്ച് വിചാരിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. അതാണ് സങ്കടം. ഓക്കെ എന്നാ. അപ്പം എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാം, ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യണ്ട. എല്ലാം എന്ത് ചെയ്യാൻ ഇഷ്ടം, ഇല്ലാത്ത ആരെയും ഇഷ്ടപ്പെടുന്നെങ്കിൽ ആരെയും വോട്ട് ചെയ്യാതിരിക്കും. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ശരി എന്നാ. നെക്സ്റ്റ് റിവ്യൂവിന്റെ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.